നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വരുന്നത് ഒറ്റയ്ക്കാണ്. എന്നാൽ വരുമ്പോഴോ ഒന്നും കൊണ്ടുവരുന്നുമില്ല. തിരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ്, ഒന്നും കൊണ്ടുപോവാതെ. ഉണ്ടാക്കിയതൊക്കെ ഇവിടെ വിട്ട് പോകാനുള്ളതുമാണ്. നമ്മുടെ ബന്ധുക്കളാവട്ടെ, അവർ എത്ര വരെ നമ്മുടെ കൂടെ കാണും? അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, മക്കൾ എല്ലാവരും ചിതക്കരികിൽ വന്ന് വിതുമ്പി നിൽക്കും. അത് കഴിഞ്ഞാൽ മിഴി തുടച്ച് അവർ അകന്നു പോകും. നമ്മൾ ബന്ധുക്കളെന്ന് കരുതുന്നവർ ഒരു പരിധി വരെ മാത്രമേ നമ്മോടൊപ്പം നിൽക്കൂ. അവരെല്ലാം അവരുടെ സ്ഥലത്തെത്തുമ്പോൾ ഇറങ്ങിപ്പോകുന്ന സഹയാത്രികരെ പോലെയാണ്. നമ്മുടെ ശരിയായ ബന്ധു നാം തന്നെയാണ്, സ്വന്തം ആത്മാവ് മാത്രമാണ്. ഈ സത്യത്തെ സാംശീകരിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് സദ്വിചാരങ്ങളെ വളർത്തി ആത്മശുദ്ധിക്കായി പ്രയത്നിക്കണം. നാം കരുതി വയ്ക്കുന്നതൊക്കെ നമുക്കുള്ളതാണെന്ന ധാരണ വെറുതെയാണ്. ഇന്നലെ വരെ മറ്റൊരാളുടേതായിരുന്നു ഇന്ന് നമ്മുടേതായി മാറിയത്. ഇന്ന് നമ്മൾ നമ്മുടേതെന്ന് കരുതുന്നതെല്ലാം നാളെ നമ്മുടേതല്ലാതായിത്തീരും. എല്ലാം ഈശ്വരൻ്റേതാണ്. അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്കിന്ന് അനുഭവിക്കാൻ കഴിയുന്നത് മുഴുവൻ. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാഗദ്വേഷങ്ങൾ മാത്രമാണ്. അവയെയാണ് നാം ത്യജിക്കേണ്ടത്. ഇന്ന് നമ്മൾ പലതും ത്യജിക്കുന്നുവെങ്കിലും മനസ്സുകൊണ്ട് അവയോടുള്ള ബന്ധം നമ്മൾ വിടുന്നില്ല. അതാണ് ദുഃഖത്തിനുള്ള കാരണമാകുന്നത്. ബന്ധുക്കളും പണവും സ്ഥാനമാനങ്ങളും ഒന്നും ശാശ്വതമായ ശാന്തി തരുന്നില്ലെന്ന് ഉള്ളിൽ തട്ടി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ ത്യാഗം വരുന്നത്. എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് കരുണ കാണിക്കാനുമുള്ള ഒരു മനസ്സ് വളർത്തുക. അനുനിമിഷം എപ്പോഴും മറ്റുള്ളവർക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നമുക്കുള്ളത് തന്നെയാണ്. കാരണം ഈശ്വരൻ വസിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ ഈശ്വരനെയാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ഈശ്വരനെ. അതുകൊണ്ട് എപ്പോഴും ഹൃദയവാസിയെ മുറുകെ പിടിക്കുക. ഉണ്ണാതെയും ഉടുക്കാതെയും ദയനീയാവസ്ഥയിൽ കഴിയുന്ന ബന്ധുമിത്രാദികളെ സഹായിക്കാതെയും ധർമ്മത്തിനുമേൽ അധർമ്മം ചെയ്ത് കുന്നുകുന്നായി കൂട്ടിവെക്കുന്ന സമ്പത്തെല്ലാം താനോ തൻ്റെ സന്തതി പരമ്പകളോ ആയിരിക്കില്ല അനുഭവിക്കുന്നത്. നാം ശത്രു എന്ന് കരുതുന്നവരായിരിക്കാം ചിലപ്പം അത് അനുഭവിക്കുന്നത്. ദാനശീലരും ദയാശീലരുമായ ഉത്തമ ധനികന്മാർ ചിലപ്പോൾ ഇല്ലായ്മയിൽ പെട്ടുപോകും. അത് താൽക്കാലികം മാത്രമാണ്. നിരന്തരമായി വർഷിച്ചു കൊണ്ടിരിക്കുക എന്നതാണല്ലോ കൃഷ്ണമേഘങ്ങളുടെ സ്വഭാവം. ചിലപ്പോൾ അവയ്ക്കും വരൾച്ച സംഭവിക്കാം. അപ്പോൾ പെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായേക്കാം. അതും താൽക്കാലികം മാത്രമാണ്. വീണ്ടും അവ ആർദ്രവും ജലനിബിഡവുമാകും. നല്ല കനക്കെ പെയ്യുകയും ചെയ്യും. ഇതുപോലെയാണ് സ്വഭാവ ഗുണമാർന്ന ഉത്തമന്മാരുടെ അവസ്ഥ. അനുഭവങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച പാഠപുസ്തകം.
ചില സങ്കടങ്ങളും പ്രയാസങ്ങളും കാലം നമുക്ക് സമ്മാനിക്കുന്നത് നമ്മളെ തോൽപ്പിക്കാനല്ല, ഒരിക്കലും ഒരിടത്തും തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്, ജീവിതത്തെ അടുത്തറിയാൻ വേണ്ടിയാണ്, ചുറ്റുമുള്ളവരെ പഠിക്കാൻ വേണ്ടിയാണ്. ധർമ്മനിഷ്ഠരായവർക്ക് വറുതി ശാശ്വതമല്ല. ഇതറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉള്ള ആ ഈശ്വര ചൈതന്യത്തെ ഉണർത്തണം. അതിന് സദാസമയം ഈശ്വരചിന്ത മനസ്സിലുണ്ടാവണം. അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്നാലോചിക്കുക. നമസ്കാരം.